മലയാളികൾ നെഞ്ചേറ്റിയ അനേകം ഭക്തിഗാനങ്ങൾ രചിച്ച അതുല്യ പ്രതിഭയാണ് തങ്കൻ തിരുവട്ടാർ. 500-ലധികം ഭക്തിഗാനങ്ങൾക്കാണ് അദ്ദേഹം തൂലിക ചലിപ്പിച്ചത്. അനന്തപുരിയെ യാഗശാലയാക്കി മാറ്റുന്ന ഒന്നാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. അന്ന് എല്ലാ തെരുവീഥികളിലും മുഴങ്ങിക്കേൾക്കുന്ന ഈ ഭക്തിഗാനം മലയാളികൾക്ക് സുപരിചിതമാണ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കവിയും ഗാനരചയിതാവുമായ തങ്കൻ തിരുവട്ടാർ എന്ന KP കുമാരൻ നായരാണ്. ആറ്റുകാൽ അമ്മയെ കുറിച്ചൊക്കെ വായിച്ചിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ കിള്ളിയാറുണ്ടല്ലോ, കിള്ളിയാർ മുതൽ 6 വരെ നടന്ന് ഇങ്ങനെ പോകുന്ന പുഴ അതൊക്കെ നോക്കി നടന്ന് അങ്ങേറ്റം വരെ 2-3 ദിവസം മെനക്കെട്ടു. 1 മാസത്തോളം മെനക്കെട്ടിട്ട് ത്രികാല പൂജകൾ ഞാൻ തൊഴുതു. ദേവിയെ കണ്ട് തൊഴുതതിന് ശേഷമാണ് പാട്ട് എഴുതാൻ തുടങ്ങിയത്. ആറ്റുകാലിൽ അമ്മേ എന്ന് തുടങ്ങുന്ന ഗാനം ഭക്തലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയതാണ്. ഭക്തിഗാനങ്ങൾക്ക് പുറമെ കവിതകളും നാടകഗാനങ്ങളും ലളിതഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. സഫലം എന്ന ചിത്രത്തിലെ തൂവെള്ള തൂവുന്നുഷസ്സിൽ എന്ന ഗാനം മലയാളികൾക്ക് ഇന്നുമേറെ പ്രിയപ്പെട്ടതാണ്. 2012 റിലീസായ ക്രൈം സ്റ്റോറി എന്ന സിനിമയിലെ ഗാനങ്ങൾക്കും അദ്ദേഹം വരികൾ എഴുതി. എഴുത്തിനു പുറമെ അഭിനയത്തിലും അദ്ദേഹം തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. 1972 പുറത്തിറങ്ങിയ ഉർവശി ഭാരതി എന്ന ചിത്രത്തിൽ പ്രേം നസീറിനോടൊപ്പം അഭിനയിച്ചു. തുടർന്ന് ചീഫ് ഗസ്റ്റ്, പ്രസാദം എന്നീ ചിത്രങ്ങളിലും വേഷമിട്ടു. KP കുമാരൻ നായർ എന്ന പേരിന് പകരം തങ്കൻ തിരുവട്ടാർ എന്ന പേര് നൽകിയത് തിക്കുറിശിയാണ്. തിക്കുറിശി സുകുമാരൻ നായർ അദ്ദേഹം എൻ്റെ ബന്ധുവാണ്, എൻ്റെ ഗുരുവാണ്. പണ്ട് എൻ്റെ ശരിയായ പേര് കുമാരൻ നായർ. എന്നെ വീട്ടിൽ വിളിക്കുന്ന തങ്കപ്പനെന്നാണ്, ഇപ്പം നിന്നെ വീട്ടിൽ വിളിക്കുന്ന തങ്കനെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം നീ ഒരു കാര്യം ചെയ്യും, തങ്കൻ തിരുവട്ടാർ എന്ന് മതി എന്ന് എഴുതി തന്നത്. അങ്ങനെ കവിത ഈ തങ്കൻ തിരുവട്ടാർ എന്ന് എഴുതിയ അദ്ദേഹമാണ്. 1976 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം തങ്കൻ തിരുവട്ടാറിന്റെ ഗാനങ്ങൾ ലളിതഗാനങ്ങളായും ലളിത സംഗീത പാഠങ്ങളായും ഗാനമാധുരികളായും ഉദയഗീതങ്ങളായും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഭക്തിഗാന മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ആദികേശവ എന്ന മുദ്രപദം ഉൾപ്പെടുത്തി ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ പട്ടും വളയും സമ്മാനിച്ചു. ഗാനരചനാ മേഖലയിലെ സംഭാവനയ്ക്കായി അനേകം പുരസ്കാരങ്ങളും തേടിയെത്തി. ക്യാമറാമാൻ ബിജു മുരളീധരനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.